ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 3-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. തിബെരിയസ് കൈസരുടെ വാഴ്ചയുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പീലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഹെരോദാവ് ഗലീലയിലും അവൻ്റെ സഹോദരനായ ഫിലിപ്പോസ് ഇതുര്യത്രഖോനിത്തി ദേശങ്ങളിലും ലുസാന്യാസ് അബിലേനയിലും ഇടപ്രഭുക്കന്മാരായും ഹന്നാവും കയ്യഫാവും മഹാപുരോഹിതന്മാരായും ഇരിക്കും കാലം സെഖര്യാവിൻ്റെ മകനായ യോഹന്നാന് മരുഭൂമിയിൽ വച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിത്: കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. അവനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ പറഞ്ഞത്: സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. എന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പുരുഷാരം അവനോട് ചോദിച്ചു. അതിന് അവൻ: 2 വസ്ത്രമുള്ളവന് ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണസാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ചുങ്കക്കാരും സ്നാനമേൽപ്പാൻ വന്നു. ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് അവനോട് ചോദിച്ചു. നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിരിക്കരുത് എന്ന് അവൻ പറഞ്ഞു. പടജനവും അവനോട് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന്, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വയ്പ്പിൻ എന്ന് അവരോട് പറഞ്ഞു. സർവം മറന്നിന്ന് പാടുന്നു ഞാൻ. സർവേശ്വരാ നിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്ന് പാടുന്നു ഞാൻ. സീമകളില്ലാത്ത സ്നേഹം പകരുമൊരു സംഗീതമായിരുന്നെങ്കിൽ ഞാൻ. സർവേശ്വരാ നിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്ന് പാടുന്നു ഞാൻ.
സർവം മറന്നിന്ന് പാടുന്നു ഞാൻ. സീമകളില്ലാത്ത സ്നേഹം പകരുമൊരു സംഗീതമായിരുന്നെങ്കിൽ ഞാൻ സർവേശ്വരാ നിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്ന് പാടുന്നു ഞാൻ. വൈരൂപ്യങ്ങളിൽ കൊത്തിയെടുത്തൊരു പണിതീരാത്ത ശില്പം ഞാൻ. വൈരൂപ്യങ്ങളിൽ കൊത്തിയെടുത്തൊരു പണിതീരാത്ത ശില്പം ഞാൻ. തിരുകരത്താൽ എന്നെ പണിയേണമേ, തവ സാദൃശ്യം പകരേണമേ. തിരുകരത്താൽ എന്നെ പണിയേണമേ, തവ സാദൃശ്യം പകരേണമേ. സർവേശ്വരാ നിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്ന് പാടുന്നു ഞാൻ. സീമകളില്ലാത്ത സ്നേഹം പകരുമൊരു സംഗീതമായിരുന്നെങ്കിൽ ഞാൻ സർവേശ്വരാ നിൻ സാമീപ്യലഹരിയിൽ സർവം മറന്നിന്ന് പാടുന്നു ഞാൻ. യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് ലൂക്കോസ് പറയുമ്പോൾ അക്കാലത്തുണ്ടായിരുന്ന ചക്രവർത്തിയുടെ പേര് പറയുന്നുണ്ട്, അഗസ്തസ് സീസർ. യോഹന്നാൻ്റെയും യേശുവിൻ്റെയും ശുശ്രൂഷ തുടങ്ങുന്ന കാലത്ത് ചക്രവർത്തിയായിരുന്നത് തൈബീരിയസ് സീസർ ആയിരുന്നു. ആ കാര്യം പറഞ്ഞുകൊണ്ടാണ് 3-ാം അധ്യായം ലൂക്കോസ് തുടങ്ങുന്നത്. പീലാത്തോസ് യഹൂദയിൽ ഗവർണറാണ്, ഹെരോദാവ് ഗലീലയിൽ ഗവർണറാണ്. അതുപോലെ ഫിലിപ്പോസും ലുസാന്യാസും മറ്റ് 2 സ്ഥലങ്ങളിൽ ഇടപ്രഭുക്കന്മാരായിരിക്കുന്നു. കയ്യഫാവും ഹന്നാവും മഹാപുരോഹിതന്മാരായിരിക്കുന്ന സമയം. രാഷ്ട്രീയമായും മതപരമായും പ്രസിദ്ധരായ ആളുകളെക്കുറിച്ച് ലൂക്കോസ് പറയുന്നു. ഇവരുടെയൊക്കെ പേരുകൾ പറയുന്നതുകൊണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം ചരിത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യമാണ് എന്ന് തെളിയിക്കുവാൻ കഴിയും. മാത്രമല്ല, ഈ കത്ത് വായിക്കുന്ന തിയോഫിലോസിന് ഈ പേരുകളൊക്കെ പരിചയമുണ്ട് താനും. അതുകൊണ്ടാണ് ഈ പേരുകൾ ലൂക്കോസ് തൻ്റെ ഈ സുവിശേഷത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് അരുളപ്പാടുണ്ടായി എന്നാണ് നാം വായിക്കുന്നത്. യോഹന്നാനും യേശുവും തമ്മിൽ 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ യോഹന്നാനും ഏതാണ്ട് 30 വയസ്സാണ്. യോഹന്നാൻ ഒരു ലേവി കുടുംബത്തിൽ ജനിച്ചവനാണ്. 30 വയസ്സാകുമ്പോഴാണ് ഒരു ലേവ്യന് പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ ദേവാലയത്തിൽ അല്ലെങ്കിൽ സമാഗമന കൂടാരത്തിൽ പ്രവേശിക്കുവാൻ കഴിയുന്നത്. അപ്പോൾ തൻ്റെ ജീവിതത്തിൽ തൻ്റെ കരിയർ, താൻ ഏത് തൊഴിൽ തിരഞ്ഞെടുക്കണം എന്ന് തീരുമാനിക്കുന്ന സമയമാണ് 30 വയസ്സ്. ആ സമയത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട് യോഹന്നാനുണ്ടായി. യോഹന്നാൻ ഈ അരുളപ്പാടുണ്ടായപ്പോൾ യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു. അതെന്തുകൊണ്ടാണ് എന്ന് പല ആളുകളും പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഞാൻ വിശ്വസിക്കുന്നത് യോഹന്നാൻ ഒരു പ്രത്യേക ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു എന്നാണ്. ഞാനത് വിശദീകരിക്കാം. പുതിയ നിയമം എഴുതിയ കാലത്ത് യഹൂദന്മാരുടെ ഇടയിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. അവരെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് പരീശന്മാർ ദൈവവചനം പഠിക്കുകയും മറ്റുള്ളവരെ അത് പഠിക്കുവാനും പ്രമാണിക്കുവാനും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കൂട്ടം ആളുകൾ പരീശന്മാർ. ശാസ്ത്രിമാർ, അവർ ദൈവവചനം എഴുതുവാൻ, അത് പകർത്തി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, അത് പഠിപ്പിക്കുവാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ്. അതുപോലെ സദൂക്യർ, അവരാണ് ഭരണം നിർവഹിച്ചിരുന്നത്.
ദൈവവചനം അവർ വിശ്വസിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് പുനരുത്ഥാനത്തിൽ വിശ്വാസമില്ല, ദൈവദൂതന്മാരിൽ വിശ്വാസമില്ല. പഴയ നിയമത്തിലെ ആദ്യത്തെ 5 പുസ്തകങ്ങൾ മാത്രമേ അവർ വിശ്വസിക്കുന്നുള്ളൂ. അത്ഭുതങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടർ. ഇവരെ കൂടാതെ എരിവുകാർ എന്ന് പറയുന്നൊരു കൂട്ടരുണ്ട്. എരിവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനു വേണ്ടി ഭയങ്കര തീഷ്ണതയുള്ളവർ. ഒരു പക്ഷേ ഇന്നത്തെ തീവ്രവാദികൾ, മതതീവ്രവാദികൾ, എക്സ്ട്രീമിസ്റ്റ്, അങ്ങനെയുള്ള ആളുകൾ, അവരുടെ മതത്തിനു വേണ്ടി, യഹൂദമതം, യഹൂദന്മാരുടെ സ്വാതന്ത്ര്യം, അതിനൊക്കെ വേണ്ടി വാളെടുക്കുവാൻ, യുദ്ധം ചെയ്യാൻ അതിന് തയ്യാറാകുന്ന ആളുകളാണ്. അവരാണ് എരിവുകാർ. അത്തരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. സെലറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതുപോലെ എസൻസ് എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടരുണ്ട്. അവർ വലിയ ഭക്തി പ്രസ്ഥാനക്കാരാണ്. ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അവർ സമൂഹത്തിലുള്ള മറ്റുള്ളവരുമായി ഇടപഴകുകയില്ല. അവർ പ്രത്യേകിച്ച് മൊണാസ്ട്രികളിൽ ഒരു മഠമൊക്കെ ഉണ്ടാക്കി അവിടെ പോയി സമൂഹത്തിൽ നിന്ന് വേറിട്ട് താമസിക്കുന്നവരാണ്. എരിവുകാർ അവർ എല്ലാത്തിനും എതിരെ നിൽക്കുന്നവരാണ്. എന്നാൽ എസൻസ്, ഇവർ എല്ലാത്തിൽ നിന്നും വിരക്തി നേടുന്നവരാണ്. എല്ലാത്തിൽ നിന്നും പിന്മാറി എല്ലാവരിൽ നിന്നും വേറിട്ട് ജീവിക്കുന്നവരാണ്. അവർ താമസിക്കുന്ന സ്ഥലം മരുഭൂമിയിലോ ആൾപ്പാർപ്പില്ലാത്ത ഇടങ്ങളിലോ ആയിരിക്കും. അവരുടെ വസ്ത്രധാരണം, അവരുടെ ഭക്ഷണ രീതി, അതൊക്കെ സാധാരണക്കാരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. പല ആളുകളും കരുതുന്നത് യോഹന്നാൻ സ്നാപകൻ അത്തരത്തിലുള്ള ഒരാളായിരുന്നു. അതുകൊണ്ടാണ് താൻ മരുഭൂമിയിലായിരുന്നു, മരുഭൂമിയിൽ വെച്ചാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്കുണ്ടായത്. എന്തായാലും തൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ട സമയം, എന്ത് ജോലി ചെയ്യണം എന്ന് തീരുമാനിക്കേണ്ട സമയം, 30 വയസ്സ്, ആ സമയത്ത് യോഹന്നാൻ സ്നാപകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി. അതൊരു നല്ല കാര്യമാണ്. ദൈവം അവനെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് വിളിച്ചു. അവൻ ആ വിളി കേട്ടു, അതനുസരിച്ചു. യോഹന്നാൻ ഒരു പുരോഹിതൻ്റെ മകനായിരുന്നു. തനിക്കും വേണമെങ്കിൽ ഒരു പുരോഹിതനാകാമായിരുന്നു. ആളുകൾ ആരും കുറ്റം പറയുകയില്ലായിരുന്നു. എന്നാൽ യോഹന്നാൻ മറ്റുള്ളവർ എന്ത് പറയുന്നു, ആളുകൾ എന്ത് പറയുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് ദൈവം തന്നോട് പറഞ്ഞ കാര്യം ചെയ്യുവാൻ താൻ തയ്യാറായി. അവനൊരു പുരോഹിതനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് നാം യോഹന്നാനെക്കുറിച്ച് സംസാരിക്കുകയില്ലായിരുന്നു. എന്നാൽ യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി, അതനുസരിക്കുവാൻ അവൻ തയ്യാറായതുകൊണ്ട് യോഹന്നാനെക്കുറിച്ച് പിന്നീട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. യോഹന്നാൻ ദൈവത്തെ അനുസരിച്ചതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്തു. യോഹന്നാനെക്കുറിച്ച് ലൂക്കോസ് ആദ്യം പറയുന്നത് യെശയ്യാപ്രവചനത്തിൽ നിന്നുമുള്ള ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കാവിധ കർത്താവിൻ്റെ വഴിയൊരുക്കുവിൻ, അവൻ്റെ പാത നിരപ്പാക്കുവിൻ. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായ നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും എന്നിങ്ങനെ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. നമുക്കറിയാം, ലൂക്കോസ് ഈ കത്ത് എഴുതുന്നത് ഒരു യഹൂദനായ ആൾക്കല്ല, തിയോഫിലോസിനാണ്, ഒരു ഗ്രീക്കുകാരനാണ്. ഈ ഗ്രീക്കുകാരൻ എങ്ങനെയാണ് ഈ യെശയ്യാപ്രവചനം അറിയുക എന്ന ഒരു സംശയം നമുക്കുണ്ടാകാം. അതിന് പല കാരണങ്ങളുണ്ടാകാം. ഒന്ന്, ഈ തിയോഫിലോസ് ഒരു ക്രിസ്തീയ വിശ്വാസിയായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തിരുവചനം തിയോഫിലോസ് അറിഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം അത് യഹൂദന്മാരുടെ ഇടയിൽ മാത്രമല്ല, യഹൂദന്മാരല്ലാതിരുന്ന ആളുകളുടെ ഇടയിലും പ്രസിദ്ധമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അത് നമുക്കെങ്ങനെ പറയാൻ സാധിക്കും? നമുക്ക് പറയാൻ സാധിക്കില്ല. ബൈബിളിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് നോക്കാം. ഈ ലൂക്കോസ് തന്നെ എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ആഫ്രിക്കക്കാരനായ ഒരു ഷണ്ണനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ യഹൂദനല്ല, എന്നാൽ അവൻ യെരുശലേമിൽ പെരുന്നാളിന് വന്ന് മടങ്ങിപ്പോവുകയാണ്. മടങ്ങിപ്പോകുമ്പോൾ തേരിൽ ഇരുന്നു കൊണ്ട് അവൻ വായിച്ചത് ഓർമ്മയുണ്ടോ? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകമാണ്. അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. യഹൂദ മതാനുസാരികളായ മറ്റുള്ള ആളുകൾ, അല്ലെങ്കിൽ യെരുശലേമിൽ പെരുന്നാളിന് വരുന്നവർ, യഹൂദ മതവുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധമുള്ളവർ സാധാരണ വായിക്കാൻ സാധ്യതയുള്ളൊരു പുസ്തകമായിരുന്നു യെശയ്യാപ്രവചനം. അതുകൊണ്ട് തിയോഫിലോസ് ഈ പുസ്തകം വായിച്ചിരിക്കാം.
ലൂക്കോസ് തീർച്ചയായും അത് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യഹൂദനല്ലെങ്കിലും യെശയ്യാ പ്രവചനത്തിൽ നിന്നും ഉള്ള ഉദ്ധരണികൾ തിയോഫിലോസിന് മനസ്സിലാകുമായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് യെശയ്യാ പ്രവചനത്തിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിക്കുന്നത്. ഇത് ലൂക്കോസിൻ്റെ എഴുത്തുകളിൽ മുഴുവൻ കാണാം. അപ്പോസ്തല പ്രവൃത്തി അവസാനത്തെ അധ്യായത്തിൽ പോലും ലൂക്കോസ് യെശയ്യാ പ്രവചനത്തിൽ നിന്നും ചില വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ ശുശ്രൂഷ പ്രവചന നിവൃത്തിയാണ് എന്ന് താൻ സ്ഥാപിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. 5-ാം വാക്യത്തിൽ യെശയ്യാ പ്രവചനം എഴുതിയിരിക്കുന്ന കാര്യം വായിക്കുന്നു. എല്ലാ താഴ്വരയും നികന്നുവരും, എല്ലാ മലയും കുന്നും താഴും, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും, സകല ജഡവും ദൈവത്തിൻ്റെ രക്ഷയെ കാണും. യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. യോഹന്നാൻ സ്നാപകൻ്റെ കാലത്ത് സമൂഹത്തിൽ പലതരത്തിലുള്ള ആളുകളുണ്ടായിരുന്നു. പരീശന്മാരുണ്ട്, ദൈവഭക്തരെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്, പുരോഹിതന്മാരുണ്ട്, പടയാളികളുണ്ട്, ചുങ്കക്കാരുണ്ട്, എന്ന് വെച്ചാൽ യഹൂദന്മാർ തന്നെ റോമക്കാർക്ക് വേണ്ടി കരം പിരിക്കുന്നവർ, പാപികളായ ആളുകളുണ്ട്. പടയാളികൾ സാധാരണക്കാരെ ഒപ്രസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. നല്ല ആളുകളുമുണ്ട്, വളരെ മോശം ആളുകളുമുണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആളുകളുണ്ട്. എന്നാൽ ഇവരെല്ലാവരും യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കുവാൻ മരുഭൂമിയിൽ വന്നു. അവരോടെല്ലാവരോടും യോഹന്നാൻ്റെ സന്ദേശം ഒന്നായിരുന്നു: മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെട്ട് മാനസാന്തരത്തിൻ്റെ അടയാളമായ സ്നാനം ഏൽക്കുക. ഇതായിരുന്നു യോഹന്നാൻ അവരോട് പറഞ്ഞത്. ചില മലകളുണ്ട്, ചില കുന്നുകളുണ്ട്, ചില താഴ്വരകളുണ്ട്. പക്ഷേ എല്ലാ തരത്തിലുള്ള ആളുകളും മാനസാന്തരപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അവരെല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. യോഹന്നാനാൽ സ്നാനമേൽപ്പാൻ വന്ന പുരുഷാരത്തോട് അവൻ വളരെ പരുഷമായാണ് സംസാരിച്ചത്. 6-ാം വാക്യത്തിൽ സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നത് ആർ? താൻ ആ പറയുന്നതിൽ നിന്നും അവർ ഇപ്പോൾ ചെയ്യുന്ന കാര്യം അത് നല്ലതാണ്. വരുവാനുള്ള കോപത്തിൽ നിന്നും ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങളിപ്പോൾ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ ഐഡിയ കിട്ടി? ആരാണ് നിങ്ങൾക്കിത് പറഞ്ഞു തന്നത്? വളരെ കോപത്തോടു കൂടിയാണ് അവരോട് സംസാരിക്കുന്നത്. അവർ മാനസാന്തരപ്പെട്ടു അല്ലെങ്കിൽ മാനസാന്തരപ്പെടാൻ തയ്യാറാണ്. അതിൻ്റെ അടയാളമായി സ്നാനമേൽക്കാൻ അവർ വന്നിരിക്കുകയാണ്. മാനസാന്തരത്തിൻ്റെ ബാഹ്യമായ അടയാളമാണ് യോഹന്നാൻ്റെ സ്നാനം, മാനസാന്തര സ്നാനം. അതിനായി അവർ തയ്യാറാണ്. പക്ഷേ യോഹന്നാൻ പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പാകെ ആളുകളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊരു ചടങ്ങ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. അത് നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യുകയില്ല. 7-ാം വാക്യത്തിൽ താൻ പറയുന്നു, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക, ആ ഫലങ്ങൾ ജീവിതത്തിൽ പ്രകടമായിരിക്കുക എന്ന് തന്നെയാണ്. അല്ലാതെ കേവലം ഒരു ചടങ്ങ് ചെയ്ത് ഞാനും ഒരു ആത്മീയനാണ് എന്ന് പറയുന്നത് മൗഢ്യമാണ്. അതിലൊരു കഥയുമില്ലെന്നാണ് യോഹന്നാൻ പറയുന്നത്. ഇന്ന് അനേക ആളുകളുണ്ട്, അവർ ഭക്തിപ്രസ്ഥാനങ്ങളുടെ പുറകെയാണ്. നിങ്ങളുടെ കൂട്ടായ്മ, നിങ്ങളുടെ ഗ്രൂപ്പ്, അവിടെ എന്താ പറയുന്നത്? അവിടെ നിങ്ങൾ വേദോസം വായിക്കണമെന്ന് പറയുന്നു, ഞാൻ വേദോസം വായിക്കാം. അവിടെ വേറൊരു കൂട്ടർ പറയുന്നു നിങ്ങൾ സ്നാനപ്പെടണം, ഓക്കെ ഞാൻ സ്നാനപ്പെടാം. വേറൊരു കൂട്ടർ പറയുന്നു നിങ്ങൾ പരിശുദ്ധാത്മാ അഭിഷേകം പ്രാപിക്കണം, അതിനുവേണ്ടി ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, അത് ഞാൻ ചെയ്തേക്കാം. വേറെ ചിലർ പറയുന്നു നിങ്ങൾ ഉപവസിക്കണം, ഉപവസിക്കും. ദശാംശം കൊടുക്കണം, അതിന് തയ്യാറാണ്. വേദോസം എടുത്തുകൊണ്ട് നടക്കണം, അതിന് ചെയ്യും. ഇങ്ങനെ ആത്മീകമായ പല പ്രകടനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ യോഹന്നാൻ പറയുന്നത് മാനസാന്തരപ്പെട്ടുവെങ്കിൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. ആ ഫലം എന്താണെന്ന് പിന്നീട് താൻ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ അതിനു മുൻപ് താൻ ഒരു കാര്യം കൂടെ പറയുന്നു. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിനെ ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യഹൂദന്മാരാണ് വന്നിരിക്കുന്നത്. അവർ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുന്ന കാര്യം അവർ അബ്രഹാമിൻ്റെ മക്കളാണ് എന്നുള്ളതാണ്. അവർ അത് പുറമേ പറഞ്ഞില്ല. യോഹന്നാൻ പറയുകയാണ്, നിങ്ങൾ ഉള്ളം കൊണ്ട് പറയാൻ തുടങ്ങുക പോലും അരുത്. അങ്ങനെ ഒരു അഹങ്കാരം നിങ്ങളുടെ ഉള്ളിൽ വരരുത്. ഞങ്ങൾ വലിയ കുടുംബക്കാരാണ്, ഞങ്ങൾ പാരമ്പര്യമായി ആത്മീയരാണ്, അങ്ങനെ ഒരിക്കലും പറയരുത്. കാരണം അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ഉണ്ടാക്കാൻ ദൈവത്തിന് കഴിയും. നിങ്ങളെ എടുത്ത് കളഞ്ഞിട്ട് വേറെ ആളുകളെ അബ്രഹാമിൻ്റെ മക്കളായി വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും.
അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ആത്മീക പാരമ്പര്യത്തിൽ അഹങ്കരിക്കരുത്. പിന്നെ താനൊരു വാർണിംഗ് പറയുകയാണ്. എന്താണ് മുന്നറിയിപ്പ്? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ ആദ്യം ഈ ഭാഗം വായിച്ചപ്പോൾ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കോടാലി ചാരി വെച്ചിരിക്കുകയാണെന്ന് അതാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെയല്ല. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ കോടാലി കൊണ്ടൊരു വെട്ടിക്കഴിഞ്ഞു എന്നാണ്. മരം വെട്ടാൻ തുടങ്ങിക്കഴിഞ്ഞു. ദൈവത്തിൻ്റെ ശിക്ഷാവിധി തുടങ്ങിക്കഴിഞ്ഞു. അന്ത്യകാലമാണ്. ഇപ്പോൾ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ദൈവത്തിൻ്റെ ശിക്ഷ വരും എന്ന് താൻ അവർക്ക് വാർണിംഗ് കൊടുത്തു. ഇത് കേട്ടപ്പോൾ പുരുഷാരൻ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? കഴിയുന്നതും വേഗം സ്നാനപ്പെട്ടിട്ട് പോയി. അതല്ല യോഹന്നാൻ പറഞ്ഞത്. നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. എന്താണ് ആ ഫലം? അതിന് അവൻ 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഇതെല്ലാവരോടുമാണ് പറഞ്ഞത്. മനുഷ്യരോട് കരുണ കാണിക്കണം, മറ്റുള്ളവരെ ചൂഷണം ചെയ്യരുത്, ബുദ്ധിമുട്ടിലിരിക്കുന്നവനെ സഹായിക്കണം. ഇത് മാനസാന്തരത്തിൻ്റെ ഫലമാണ്, മാനസാന്തരപ്പെട്ടതിൻ്റെ ലക്ഷണമാണ്. പിന്നെ ചില പ്രത്യേക ഗ്രൂപ്പ് ആളുകൾ വന്ന് പ്രത്യേകമായി ചോദിക്കുകയാണ്, ചുങ്കക്കാർ മാനസാന്തരപ്പെടാൻ വന്നു. ചുങ്കക്കാരെ കണ്ടാൽ പരീശന്മാർ കല്ലെടുത്തെറിഞ്ഞു ഓടിക്കും. വെറുക്കപ്പെട്ടവരാണ്. എന്നാൽ അവർ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേൾക്കുകയും മാനസാന്തരപ്പെടുവാൻ തയ്യാറായി, സ്നാനപ്പെടാൻ തയ്യാറായി വന്നിരിക്കുകയാണ്. അവർ ചോദിക്കുകയാണ്, ഗുരു, ഞങ്ങൾ എന്ത് ചെയ്യണം? യോഹന്നാൻ അവരോട് പറഞ്ഞു, നിങ്ങളോട് കൽപ്പിച്ചതിലധികമൊന്നും പിരിക്കരുത്. യോഹന്നാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും കരം പിരിക്കരുതെന്ന് പറഞ്ഞില്ല. നിങ്ങൾ കരം പിരിക്കണം, നിങ്ങളുടെ ജോലി അതാണ്. ഗവൺമെൻറ് നിങ്ങളെ അത് ഏൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ അന്യായം ചെയ്യരുത്. അക്കാലത്ത് ചുങ്കക്കാർ അവർക്ക് ഇഷ്ടമുള്ള തുക പിരിച്ചിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റിന് കൊടുക്കും, ബാക്കി അവരെടുക്കും. അങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുന്നവരായിരുന്നു ചുങ്കക്കാർ. പക്ഷേ യോഹന്നാൻ സ്നാപകൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അടുത്തത് പടജനം, പട്ടാളക്കാർ വന്നു. ഞങ്ങൾ എന്തു ചെയ്യണം? ഉത്തരം, ആരെയും ബലാത്കാരം ചെയ്യാതെയും ചതിയായി ഒന്നും വാങ്ങാതെയും നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്നവരോട് പറഞ്ഞു. പട്ടാളക്കാർക്ക് സാധാരണക്കാരെ ഒപ്രസ് ചെയ്യാമായിരുന്നു, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കാമായിരുന്നു. ഒരു റോമൻ പടയാളി നടന്നു പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ ആരെയെങ്കിലും വിളിച്ചിട്ട് എൻ്റെ ഈ ആയുധം എടുത്തുകൊണ്ട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ ആ വ്യക്തി നടക്കാൻ ബാധ്യസ്ഥനായിരുന്നു. അതായിരുന്നു അന്നത്തെ റോമിൻ്റെ നിയമം. അതുകൊണ്ട് അവർക്ക് ആരെ വേണമെങ്കിലും ബലാത്കാരം ചെയ്ത് ജോലി ചെയ്യിക്കാമായിരുന്നു. കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ കുറേനക്കാരനായ ശിമോനെ നിർബന്ധിച്ച കാര്യം നമുക്കറിയാമല്ലോ. അതങ്ങനെ പടയാളികൾ ചെയ്തതാണ്. കയ്യിൽ ആയുധമുള്ളതുകൊണ്ട്, അധികാരമുള്ളതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുക. മാത്രമല്ല അവർ കൈക്കൂലിയും വാങ്ങുമായിരുന്നു, ചതിയായി വാങ്ങുമായിരുന്നു. അവരുടെ ശമ്പളം മതി എന്നവർ വയ്ക്കില്ലായിരുന്നു, കിമ്പളം കൂടി അവർക്ക് വേണമായിരുന്നു. യോഹന്നാൻ പറയുന്നു, മാനസാന്തരപ്പെട്ടു അതിൻ്റെ അടയാളമായി സ്നാനപ്പെടാൻ നിങ്ങൾ തയ്യാറാണ്. അതുപോരാ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണം. സമൂഹത്തിലുള്ള എല്ലാവരോടും പറയുന്നു, 2 വസ്ത്രമുള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം, ഭക്ഷണമുള്ളവൻ അങ്ങനെ തന്നെ ഇല്ലാത്തവന് ഭക്ഷണം കൊടുക്കണം. എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. അല്ലാതെ ഞാൻ വലിയ ഭക്തനാണ്, ഞാൻ മാനസാന്തരപ്പെട്ടു, ദൈവമകനാണെന്ന് പറഞ്ഞിട്ട് അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത ജീവിതം, അത് മാനസാന്തരത്തിന് യോഗ്യമായ ജീവിതമല്ല. അതുപോലെ തന്നെ ദ്രവ്യാഗ്രഹം, മറ്റുള്ളവരെ വഞ്ചിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് പണം ഉണ്ടാക്കുക. ചുങ്കക്കാരും പടയാളികളും അതാണ് ചെയ്തിരുന്നത്. യോഹന്നാൻ അവരോട് പറയുകയാണ്, അങ്ങനെ ചെയ്താൽ നിങ്ങൾ മാനസാന്തരത്തിൻ്റെ ഫലമല്ല കായ്ക്കുന്നത്. പ്രിയ സുഹൃത്തെ, താങ്കൾ ഒരുപക്ഷെ മാനസാന്തരപ്പെട്ട ആളാണ് എന്ന് കരുതുന്നുണ്ടായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് മറ്റുള്ളവരോട് അനുകമ്പയുണ്ടോ? ഭക്ഷണമില്ലാത്തവന്, വസ്ത്രമില്ലാത്തവന്, സൗകര്യങ്ങളില്ലാത്തവന് അത് ചെയ്തു കൊടുക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? പണത്തോടുള്ള അമിതമായ ആർത്തി നിങ്ങൾക്കുണ്ടോ? 13-ാം വാക്യത്തിൽ നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെപ്പിൻ എന്ന് യോഹന്നാൻ അവരോട് പറഞ്ഞു.
എനിക്കുള്ളത് മതി, എനിക്ക് ഇത്രയും വരുമാനം മതി, ഇതുകൊണ്ട് ഞാൻ തൃപ്തിയായിട്ട് ജീവിക്കാം. ആ നിലയിൽ തൃപ്തിയുള്ളൊരു ജീവിതമുണ്ടോ? അതില്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്ന വ്യക്തിയല്ല. നിങ്ങളുടെ മാനസാന്തരം അത് യഥാർത്ഥ മാനസാന്തരമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് സ്തോത്രം. മനുഷ്യർക്ക് പാപബോധം വരുത്തുവാൻ തൻ്റെ ശുശ്രൂഷയിടയായി. ആളുകളെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാനും യോഹന്നാൻ ആളുകളോട് പറഞ്ഞു. ഞങ്ങളിൽ പലരും മാനസാന്തരപ്പെട്ടവരാണ് എന്ന് കരുതുന്നവരാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. സ്നേഹ സോപാനമേ, സ്നേഹ സോപാനമേ, സ്നേഹത്തിൻ സമ്പൂർത്തിയേ, സ്നേഹിക്കും നിന്നെ ഞാൻ സ്നേഹവാനേശുവേ, ആയുസ്സിൻ നാളുകളെല്ലാം യേശുവേ, സ്നേഹ സോപാനമേ, സ്നേഹത്തിൻ സമ്പൂർത്തിയേ, സ്നേഹിക്കും നിന്നെ ഞാൻ സ്നേഹവാനേശുവേ, ആയുസ്സിൻ നാളുകളെല്ലാം യേശുവേ, സ്നേഹ സോപാനമേ. ശത്രുവെ സ്നേഹിച്ചിടുവേ, ശാന്തനായി കാന്താനെ ഉറച്ചു. ശത്രുവെ സ്നേഹിച്ചിടുവേ, ശാന്തനായി കാന്താനെ ഉറച്ചു. ശത്രുവെ സ്നേഹിച്ചിടുവാൻ എനിക്കു നീ ശക്തി നൽകിടുക, യേശുവേ, സ്നേഹ സോപാനമേ. 09880091107